എല്ലാവരുടെയും സ്വർഗം എന്ന് പറയുന്നത് അവരവരുടെ വീട് തന്നെയായിരിക്കും അല്ലേ. അതിപ്പോ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനകത്ത് കിടന്നുറങ്ങുന്ന ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. 2019 കേട്ടോ നമ്മുടെ ഈ ഒരു വീട് ലാസ്റ്റ് ആയിട്ട് പെയിന്റ് ചെയ്തത്, അതായത് ഞങ്ങളുടെ കല്യാണ സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കാലങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കേടുപാടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഫൈനലി നമ്മുടെ കാട് പിടിച്ച വീടിനെ നമ്മളൊന്ന് മൂടി പിടിപ്പിക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ മുറ്റത്തുണ്ടായിരുന്ന ഒരു പുല്ല് പോലും ഇടാതെ സകലതും ശ്രീരാഗേട്ടൻ മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വെച്ച് പിടിപ്പിച്ച നമുക്കേ അറിയുള്ളൂ അതിന്റെ കഷ്ടം. എന്നാലും പോട്ടെ, നമ്മുടെ വീടിന് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതങ്ങോട്ട് സഹിച്ചു. പെയിന്റിംഗ് ആയതുകൊണ്ട് തന്നെ പെയിന്റ് ചൂസ് ചെയ്തത് നമ്മൾ ഓൺലൈൻ ത്രൂ തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് കസ്റ്റമർ ഫീഡ്ബാക്കും പിന്നെ അതേപോലെ ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് സ്പാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിന്റ് ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് സ്പാനിയ പെയിന്റിന്റെ മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടുള്ള ചന്ദന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാം ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെ. നമ്മുടെ സ്ക്വയർ ഫീറ്റ് കണക്കനുസരിച്ച് എത്ര പ്രൈമർ വേണം, എമല്യൂഷൻ വേണം, പിന്നെ ബോർഡറിനുള്ള കളറൊക്കെ നമ്മൾ ചൂസ് ചെയ്തത് ആളുടെ ഒരു സപ്പോർട്ട് കൂടിയിട്ടാണ്. ആൾക്ക് വലിയൊരു താങ്ക്സ് പറയാണ് കേട്ടോ. പിന്നെ ഈ പെയിന്റിംഗ് ഒക്കെ ചെയ്ത് തന്നത് നമ്മുടെ ചിറ്റൂർത്തെ ചേട്ടന്മാർ തന്നെയാണ്. അപ്പൊ അവരുടെ എല്ലാവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ നമ്മുടെ മഴക്കാലത്തിന്റെ ഇടയിൽ കൂടെ ഒരു വിജയകരമായ പെയിന്റിംഗിന്റെ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ഇന്റീരിയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പുറമാകം മാത്രമാണ് പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുക്കള ആകെ വൃത്തികേടായി കിടക്കുന്നതുകൊണ്ട് അടുക്കള മാത്രം ഒന്ന് മൂടി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. പെയിന്റിന് തികയാതാവോ എന്നുള്ളൊരു സംശയമായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച് നമുക്ക് പെയിന്റ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് ഡബിൾ കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 2 ആഴ്ചത്തെ പണിക്ക് ശേഷം നമ്മുടെ വീടിന്റെ ലുക്ക് കണ്ടപ്പോ ശരിക്കും എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമായി. എന്തോ വലിയൊരു കാര്യം സാധിച്ച പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പൊ ഫൈനൽ ലുക്ക് ഇഷ്ടമായവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനലിൽ പെയിന്റിംഗിന്റെ ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവർ കാണണേ.